ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ തേങ്ങാക്കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം ഞാൻ അടുപ്പിലോട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് 1.5 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടതാണ് ഒരു വലിയ സവാള. ഇനി നമുക്കിതൊന്ന് ഒരു ബ്രൗൺ കളറാവും വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടതാണ് ഒരു വലിയ തക്കാളി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്. അപ്പോൾ തക്കാളി ഒന്ന് മതിയാവും. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് നിങ്ങളെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അത് നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവില്ല എത്രത്തോളം വേണമെന്ന്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് അധികം എടുത്താൽ മതി. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിനും കൂടി എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാവണം ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ഗരം മസാല പൗഡറും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി അധികം വേണമെന്നുണ്ടെങ്കിൽ, എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറും വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ മസാല ഒന്ന് ഒരു സൈഡിലോട്ടാക്കി വെക്കാം. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ട് ഈ സൈഡിലോട്ട് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ കറിയിലൊരു പച്ച കുത്തും പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയിലോട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് കഴുകി വെച്ച ചിക്കന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ മസാല എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഒരു വരെ വേവിച്ചെടുക്കണം. ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാവണം ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ സമയത്ത് വേണ്ടതാണ് തേങ്ങാപ്പാൽ. അപ്പം ഞാനിവിടെ 2 തേങ്ങൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ്റെ വേവൊക്കെ നിങ്ങൾക്ക് അറിയല്ലേ എത്രത്തോളം വേണമെന്ന്. അപ്പോൾ നമ്മുടെ ചിക്കൻ തേങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പത്തലിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ ബൈ.